ഡാർക്ക് സർക്കിൾസ് കൺസീൽ ചെയ്യുന്നത് ഇത്ര എളുപ്പമായിരുന്നെങ്കിലോ? വിഷമിക്കേണ്ട, നമുക്കിന്ന് സിമ്പിൾ സ്റ്റെപ്സിൽ എങ്ങനെ ഡാർക്ക് സർക്കിൾസ് ഈസി ആയിട്ട് കൺസീൽ ചെയ്തെടുക്കണ്ടേന്ന് നോക്കാം. സ്റ്റെപ്പ് 1, അണ്ടർ ഐസ് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയാണ് സ്റ്റെപ്പ് 2, ഒരു ഡാർക്കർ ഷെയ്ഡ് ഓഫ് കൺസീലർ എടുത്ത് ഈ ഡാർക്ക് സർക്കിൾസ് ലൈറ്റ് ആയിട്ട് ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മൾ മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്തത് കൊണ്ട് തന്നെ നല്ലൊരു ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇനി ഞാൻ എടുക്കുന്നത് ദേ ഈ ഒരു പാലറ്റ് ആണ്. ഈ ഒരു കൺസീലർ പാലറ്റിലെ ഒരു ഡാർക്കർ ഷെയ്ഡ്, അതായത് എൻ്റെ സ്കിന്നിനെക്കാട്ടിയും ഡാർക്കർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ്, ഇതാണ്ട് ഈ ഒരു ഷെയ്ഡ് എടുക്കാം. അപ്പോൾ ഈ ഷെയ്ഡ് കൺസീലർ എടുത്തിട്ട് ഇവിടെ ഡാർക്ക് സർക്കിൾസ് ഉള്ളിടത്ത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് നമ്മുടെ ഫിംഗേഴ്സ് കൊണ്ട് തന്നെ അത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പയ്യെ ഫിംഗേഴ്സ് കൊണ്ട് ഇങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഡ്രാഗ് ചെയ്തൊന്നും ബ്ലെൻഡ് ചെയ്യേണ്ട, പയ്യെ ഇങ്ങനെ അതവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. കണ്ടോ? ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനൊരു കൺസീലർ പാലറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇതാകുമ്പോൾ അഫോർഡബിൾ ആയിട്ട് വരുന്ന ഒരു കൺസീലർ പാലറ്റ് കൂടാണ്, എൻവൈബയുടെ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡാർക്ക് സർക്കിൾസും ഇങ്ങനെ എനിക്കിപ്പോൾ അറൗണ്ട് മൗത്തും പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അവിടെയും ഇതുപോലെ തന്നെ കൺസീൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു കൺസീലർ പാലറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടത് കൺസീൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫൗണ്ടേഷൻ ഒന്നും അപ്ലൈ ചെയ്യുമ്പോൾ ഒട്ടും ആഷി ആയിട്ടൊന്നും തോന്നില്ല. കറക്റ്റായിട്ട് ആ ഒരു ഈവൻ ടോൺ ബേസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ എങ്ങനെയാണോ ചെയ്ത് അതുപോലെ തന്നെ ഞാൻ പയ്യെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് പയ്യെ ഇങ്ങനെ ഫിംഗേഴ്സ് കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്ത് ഡാർക്ക്നെസ് ഫേസിലുണ്ടെങ്കിലും ഇങ്ങനെ ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അത് ഇപ്പം ഞാൻ ഡാർക്ക് സർക്കിൾസ് ആണ് കൺസീൽ ചെയ്തെടുക്കുന്നത്. അപ്പം പയ്യെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കഴിഞ്ഞു. സോ ഇത് പ്ലേസ് ആയി. അപ്പോൾ ഇതാന്ന് പറയുമ്പോഴത്തേക്ക് ഇനി പ്രത്യേകിച്ച് ഇത് സെറ്റ് ചെയ്യണ്ട. കാരണം ഈ കൺസീലർ നമ്മളുടെ നല്ല ക്രീമിയാണ് എടുക്കുമ്പോൾ, പക്ഷെ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പം അത് കറക്റ്റ് ഒരു മാറ്റ് ഫിനിഷ് ആവും. അപ്പോൾ ഇനി ഇത് പോയി പൗഡർ ഇട്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഒരു എക്സ്ട്രാ കൺസീലർ ഒന്നും അപ്ലൈ ചെയ്യണ്ട കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് ഫൗണ്ടേഷൻ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കല്ലേ. സ്റ്റെപ്പ് 3, ഡയറക്റ്റ് ആയിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഞാൻ ഫൗണ്ടേഷൻ എടുത്തു, നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് ഇവിടെ അപ്ലൈ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്യരുത്, ഒരിക്കലും ഡ്രാഗ് ചെയ്യരുത്. അപ്പോൾ ഇതിങ്ങനെ രണ്ട് പ്രോഡക്ട്സും കൂടി ഇങ്ങനെ മിക്സ് ആവും. നമ്മളതിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. സെയിം പോലെ ഈ സൈഡിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാമേ ഫൗണ്ടേഷൻ. അതുപോലെ തന്നെ ഇങ്ങനെ പയ്യെ ഡാബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി സ്റ്റെപ്പ് 4 ആണ്, ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഈ കൺസീൽ ചെയ്ത സംഭവം ഒന്ന് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു കോമ്പാക്ട് പൗഡർ എടുക്കുക. കോമ്പാക്ട് പൗഡറോ സെറ്റിംഗ് പൗഡറോ എന്താണെന്ന് വെച്ചാൽ എടുക്കുക. ഞാൻ സെയിം ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സെയിം ബ്രഷ് തന്നെ യൂസ് ചെയ്തിട്ട് ലൈറ്റായിട്ട് അവിടെ ഒന്നിങ്ങനെ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളിത് സെറ്റ് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിവിടെ കൺസീലർ അപ്ലൈ ചെയ്തു, പിന്നെ അതിൻ്റെ മേലെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിനി സ്വെറ്റായിട്ടൊന്നും പോകരുത്, ഇവിടെ നിന്ന് ഇനി അനങ്ങരുത്. അതിന് വേണ്ടിയിട്ട് നമ്മളതങ്ങ് സെറ്റ് ചെയ്ത് വെച്ചാണ് പൗഡർ ഇങ്ങനെ ലാസ്റ്റ് ഡസ്റ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, കുറേ സമയം ലാസ്റ്റ് ചെയ്യും. ജസ്റ്റ് 4 സിമ്പിൾ സ്റ്റെപ്സ് കൊണ്ട് ദേ ഡാർക്ക് സർക്കിൾസ് കൺസീൽ ചെയ്തെടുത്തു. ഈ സെയിം സ്റ്റെപ്സ് തന്നെ യൂസ് ചെയ്തത് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും ഫേസിൽ വേറെ എന്തെങ്കിലും ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് കൺസീൽ ചെയ്തെടുക്കാൻ പറ്റും. ആകെ വേണ്ടത് നമ്മുടെ ഷെയ്ഡിനെക്കാട്ടിയും ഒരു ഡാർക്കർ ഷെയ്ഡ് കൺസീലർ. അതിന് ഏറ്റവും ബെസ്റ്റ് എനിക്കൊന്ന് കൺസീലർ പാലറ്റ് മേടിക്കുന്നത് തന്നെയാണ്. ഡാർക്കർ ഷെയ്ഡ് കൺസീലർ പോയി മേടിക്കാണ്ട് കൺസീലർ പാലറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. ഓറഞ്ച് കളർ കറക്റ്റിംഗ് ഷെയ്ഡും ഉണ്ട് ഇതിനകത്ത്. അപ്പം വേണമെങ്കിൽ കളർ കറക്റ്റും ചെയ്യാം. പക്ഷേ ഇതാണ് ഏറ്റവും സിമ്പിൾ സ്റ്റെപ്പ്. ഈ ഓറഞ്ച് കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഓറഞ്ച് കളർ കാണാനൊരു ചാൻസ് ഉണ്ട്. നമുക്കത് കറക്റ്റായിട്ട് ഹൈഡ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫേസ് കുറച്ച് ഓറഞ്ച് ആയിട്ട് നിൽക്കും. അപ്പോൾ എപ്പോഴും സേഫ് ഇങ്ങനൊരു ഡാർക്കർ ഷെയ്ഡ് ഓഫ് കൺസീലർ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് 2 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ നമ്മൾ കൺസീൽ ചെയ്തെടുത്തു. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയുക. എന്തായാലും ഞാൻ വീഡിയോസ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സിൽ ഞാൻ വീഡിയോസ് ചെയ്യാം. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.